Hey guys, welcome back to the 14th episode of our WhatsApp marketing series. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് വാട്സാപ്പ് മാർക്കറ്റിങ്ങിലൂടെ നമ്മളെ പർപ്പസ് എന്താണ്, എങ്ങനെയാണ് എക്വയർ ചെയ്യണത്, എന്തിനാണ് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ അതിൽ കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നുമല്ല, ഇറ്റ്സ് അബൌട്ട് ബിൽഡിങ് വെയിറ്റ് ലിസ്റ്റ്. എങ്ങനെ നമുക്ക് വാട്സാപ്പിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് നമുക്ക് സെഗ്മെൻറ്റ് ചെയ്തിട്ട് ഒരു വെയിറ്റ് ലിസ്റ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദ CTW ആഡ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ അതിനുള്ള ടൈം ആയിട്ടില്ല, നമ്മൾ ഒരു 15 ഡേയ്സിൻ്റെ ഗ്യാപ്പ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബിഫോർ 15 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യും, മെറ്റയിൽ നമ്മളൊരു ആഡ് റൺ, ഒരു CTW ആഡ് റൺ ചെയ്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ ക്യൂറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വെയിറ്റ് ലിസ്റ്റ് ക്യാമ്പയിൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു ആഡ് കണ്ടിട്ട് ഞാൻ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മളെ വാട്സാപ്പിൽ പോയിട്ട് അവിടെ പ്രീ ഫിൽഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടാവും. ഐ വാണ്ട് ടു ജോയിൻ ടു ദ വെയിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രീ ഫിൽഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മൾ ഏതൊരു ടൂളിലേക്കായാലും നമ്മൾ അവിടേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കീവേഡ് ട്രിഗർ ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു സെഗ്മെന്റിലേക്ക് ഈ ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഒരു കസ്റ്റമർ വന്നതിൻ്റെ ശേഷം ആ ഒരു കീവേഡ് ടെക്സ്റ്റ് ചെയ്തിട്ട് അവർ അയക്കും. ആ അയക്കുന്ന സമയത്ത് എന്താ, ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റ് ചെയ്ത് വെച്ച ഒരു കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതായത് ഈ ഒരു വെയിറ്റ് ലിസ്റ്റിൽ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു വെയിറ്റ് ലിസ്റ്റ് ആഡ് ആയ ആളുകൾക്ക് മാത്രം ഒരു 50% ഓഫർ കൊടുക്കാനുള്ള ഒരു വെയിറ്റ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വെൻ ദ പ്രോഡക്റ്റ് ഗെറ്റ്സ് ലോഞ്ച്ഡ് ഈ ഒരു പെർട്ടിക്കുലർ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ 50% ഓഫർ കൊടുക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു കസ്റ്റമർ ആ ഒരു ജേർണി ഈ ഒരു എൻഡിലെത്തുമ്പോൾ എന്താവും, അവർ ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിലേക്ക് ആഡ് ആവും. സോ വെൻ ദ പ്രോഡക്റ്റ് ഗെറ്റ്സ് ലോഞ്ച്ഡ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റോർ ചെയ്ത് വെച്ച കസ്റ്റമേഴ്സിന് നമ്മൾ മുഴുവൻ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ കോപ്പി എഴുതിയിട്ട് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്യും. ലൈക്ക് ദ പ്രോഡക്റ്റ് ഹാസ് ലോഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു അടിപൊളി കൺസൈസ് ആൻഡ് കോപ്പി റൈറ്റിങ്ങിലൂടെ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത ആ ഒരു ടെക്സ്റ്റ് ടെംപ്ലേറ്റ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. സോ അപ്പോൾ നമുക്ക് അവിടെയും ആ ഒരു മാർജിന് 50% അടിയിലാണെന്നുണ്ടെങ്കിൽ ദ ചാൻസസ് ഓഫ് ദം ബൈങ് ഈസ് വെരി വെരി ഹൈ. ബിക്കോസ് ഇത്രയും കസ്റ്റമേഴ്സിനെ നിങ്ങൾ സെഗ്മെന്റ് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ എന്തായി, ഈ ഒരു 50% അവർക്ക് ലഭിക്കുന്നുള്ള ആ ഒരു ചാൻസസ് കാരണം അവരെന്ത് ചെയ്യും, ദ ചാൻസസ് ഓഫ് ദം ബൈയിങ് ദ പ്രോഡക്റ്റ് ഈസ് വെരി വെരി ഹൈ. ഓക്കെ, അപ്പോൾ ആ ഒരു വെയിറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് എന്തായി, അവർക്ക് കുറച്ചും കൂടി ഒരു ഫോമോ ക്രിയേറ്റ് ആയി. അപ്പോൾ ഞാൻ ഈ ഒരു വെയിറ്റ് ലിസ്റ്റിൽ ആഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെൻ ദ പ്രോഡക്റ്റ് ഗെറ്റ്സ് ലോഞ്ച് എനിക്ക് ഈ ഒരു ഓഫർ ലഭിക്കില്ലല്ലോ എന്നുള്ള ഒരു ഫോം അവരുടെ മൈൻഡിൽ ക്രിയേറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, അവർ ആ വെയിറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. സോ അവിടെ നമുക്കൊരു ചാൻസ് എന്താണെന്ന് വെച്ചാൽ, അവർ വെൻ വി സെൻഡ് ദ ടെംപ്ലേറ്റ് മെസ്സേജ്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ടുണ്ട് ആഫ്റ്റർ ദ 15 ഡേയ്സ്. ഓക്കെ, ഈ ഒരു 15 ഡേയ്സിന്റെ മുന്നെയാണ് അവർ നമ്മൾ വെയിറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ആ 15 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അവർ ആ മെസ്സേജ് കണ്ടിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിൽ പോയിട്ട് ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് 50% ഓഫറിൽ പോയി പർച്ചേസ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ലിസ്റ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.